അതിനുവേണ്ടി 2-3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞു. പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സാറേ, പീറ്റയില് വളരെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ KCB കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസ്യൂമർ പീക്ക് ടൈമില് ബാറ്ററി സംവിധാനം വെച്ച് എക്സ്പോർട്ട് ചെയ്താൽ സാർ അത് പ്രത്യേകിച്ച് LPPC റേറ്റ് അല്ലാതെ വേറെ റേറ്റ് കൊടുക്കുമോ എന്നൊന്നും അറിയാം. രണ്ടാമതൊരു പോയിന്റ് മീറ്റർ റെന്റ് തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ചാർജ്, അതുപോലെ വെയിലിംഗ് ചാർജ്, ലോസ് ഒക്കെ കുറച്ച് അതിൻ്റെ ആഡ് ചെയ്തിരിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും അല്പം കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പെറ്റീഷൻസ് വന്നു കഴിഞ്ഞാൽ അടുത്ത റെഗുലേഷനിൽ ഇത് പരിഗണിക്കുന്നുണ്ട്. സാറേ, പിന്നെ വേറെ കേസ് മീറ്റർ റെന്റിന് എവിടെയെങ്കിലും ഒരു അവസാനം ഉണ്ടാകുന്നു സാറേ. മീറ്റർ റെന്റ് വളരെ കൂടുതൽ ഇങ്ങനെ പിരിച്ചു പോകുന്നെങ്കിലും സ്റ്റോപ്പ് ആവുന്നില്ല. അതുപോലെ ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് വരുന്ന നെറ്റ് മീറ്ററിൽ ഒറ്റയടിക്ക് 15 രൂപ എന്നുള്ള 3 ഫേസിൽ 15 രൂപ എന്നുള്ളത് 35 രൂപയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അത്രയും റേറ്റ് അധികം വരാനായിട്ട് നെറ്റ് മീറ്ററിന് അത്രയും വലിയ റേറ്റ് എമൗണ്ട് ഡിഫറൻസ് ഇല്ല. അത് സാറിന് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു പോയിന്റ് സാറേ, ഫിക്സഡ് ചാർജ് സംബന്ധിച്ചുള്ളതാണ്. സാറേ, ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് മാത്രമാണ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അവിടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ബാക്കി എല്ലാ കാറ്റഗറിക്കും ഉണ്ട്. അത് സാറൊന്ന് പരിഗണിക്കണം. പിന്നെ അതുപോലെ സോളാർ പ്രൊസ്യൂമേഴ്സിന്റെ ഫിക്സഡ് ചാർജ് 2022 നവംബർ ഡിസംബർ വരെ എങ്ങനെയാണ് എടുക്കുന്നത് സാറിന് അറിയാം. ഇമ്പോർട്ട് മാത്രം വെച്ചാണ്. അത് കഴിഞ്ഞ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജിക്ക് മുമ്പെടുത്താണ് ഒരു ഫിക്സഡ് ചാർജ് കണക്ക് കൂട്ടുന്നത്. ഇത് സംബന്ധിച്ച് ഓംബുഡ്സ്മാന്റെ വിധി ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് എന്താണെന്നറിയോ സാറിന്? ഇവരുടെ സപ്ലൈ വെച്ചാണ് ആ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജി കൂടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഫിക്സഡ് ചാർജ് കൊടുക്കണമെന്നൊരു വിധിയായിരുന്നു. ആ ഓംബുഡ്സ്മാനിനെ അവിടെ പ്രസന്റ് ചെയ്ത കൺസ്യൂമർ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് KCB പറഞ്ഞത് കേട്ടു, വിധിയായിരുന്നു. അതാണ് ശരിക്കും അവിടെ നടന്നത്. നാലാമത്തെ ഒരു പോയിന്റ് സാറേ, ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് എവിടെ കണക്ട് ചെയ്യാനായിട്ട് റെഡി ആകുന്നോ ഉടനെ KCB കണക്ടറിനോടും പരിശോധിക്കും. പറ്റുമെങ്കിൽ സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കാനും പറയും. ആ ഒരു സമയത്ത് ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. അത് പ്രൊസ്യൂമേഴ്സിനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കേസാണ്. അത് സാറൊന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഒഴിവാക്കാം. പിന്നെ സാറ് നമ്മുടെ മാറ്ററുകളെല്ലാം സാറ് പറഞ്ഞത് ഇംഗ്ലീഷിലാക്കുന്നതിൻ്റെ ഒരു കാരണം സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടാകുമല്ലോ സാറേ. അതിനേക്കാളും കൂടുതൽ സെൻട്രൽ ഗവൺമെന്റ് അല്ല സാറേ, എറണാകുളത്ത് വെച്ചൊരു മീറ്റിംഗിൽ അല്ല നമ്മുടെ മാറ്റർ സാറേ, റെഗുലേറ്ററി കമ്മീഷന്റെ ഓർഡറും മലയാളത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം ഓർഡർ ഇംഗ്ലീഷ് ഇറക്കിയിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നടത്തുക. ലീഗൽ ലാംഗ്വേജിലാവുമ്പോൾ ഒരു ഓഫ്ലൈൻ ട്രാൻസ്ലേഷൻ കളിക്കുക. ലീഗൽ ട്രാൻസ്ലേഷൻ അത് പറയാൻ കഴിയുന്നല്ലോ. സാധാരണക്കാരൻ ഒരു 50% നോളജുള്ള സാധാരണക്കാരനെങ്കിലും ഇത് വായിക്കാൻ മനസ്സിലാകണം. ഈവൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്, എനിക്കൊന്നും മനസ്സിലാകില്ല. ഈ KCB റിലേറ്റഡ് മാറ്റേഴ്സിന് ഒന്നും എനിക്ക് പോലും മനസ്സിലാകില്ല. അതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് അത് സാറേ അങ്ങനെ പോയിട്ടുണ്ട്. നാലാമത്തത് പിന്നെ അടുത്ത ലാസ്റ്റ് ഒരു പോയിന്റ് സാറേ, സാറ് പലപ്പോഴും പറയുന്നത് ഓൺ ഗ്രിഡ് അവിടെ അടുത്തേക്ക് പറയുന്നത് നിങ്ങൾക്ക് ഹൈബ്രിഡിലോട്ട് പോകാൻ പറ്റും. സാറ് അതിൻ്റെ സാങ്കേതിക വശം മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും വലിയ സമീപ ഭാവിയിൽ തന്നെ ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ഓൺ ഗ്രിഡ് അവർക്ക് തോന്നിയതുപോലെ ഇൻവേർട്ടറിനെ ഡിസ്റ്റേബിൾ ചെയ്യാതെ തന്നെ ഒരു ചെയ്യുകയോ വിളിച്ചിട്ട് മറ്റേ പാനൽ എടുത്തിട്ട് വേറെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് തന്നെ ഈ കൊടുക്കുന്ന കോമൺ ഒറ്റ ഫീഡറിലൂടെ ആയിരിക്കും സപ്ലൈ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നത്. അവിടെ ഈ സപ്ലൈ ലൈനിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പാനലിൽ ഉണ്ടാകുന്ന ഈ എനർജി വേസ്റ്റ് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ഉള്ള ഈ ഓൺ ഗ്രിഡ് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് എഴുതിയാണ് KCB എഗ്രിമെന്റ് ചെയ്യുന്നത്. ഈ എഗ്രിമെന്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഇവർക്ക് ഇത് ഹൈബ്രിഡ് ആക്കാനും ഹൈബ്രിഡിൽ തന്നെ AC കപ്പിളും DC കപ്പിളും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനെ ഞാൻ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി പോയിന്റ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോക്കുന്നത് ജനറേറ്റർ ഇൻകമറിൽ വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ സോളാറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സജഷൻ എന്തുകൊണ്ട് സാറേ ഈ ഡൊമസ്റ്റിക് കൊടുക്കുന്നില്ല?
അവർക്ക് ഹൈബ്രിഡ് കൊടുക്കുന്നതിനോ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പിടിക്കും, സമീപ ഭാവിയിൽ തന്നെ അവരെ പിടിക്കും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അവരെ കൂടെ വിളിച്ച് സാറിന് ഡിസ്കസ് ചെയ്യാം, അവിടെ സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഹൈബ്രിഡ് കോൺഗ്രസിനെ വെച്ച് പറഞ്ഞത്. ഒന്ന്, ഇപ്പോൾ പ്രൊസ്യൂമേഴ്സ് വെച്ചിരിക്കുന്ന ഇൻവെർട്ടർ KSEBയുടെ സിംഗിൾ ഫേസിൽ കൂടെ ആണെങ്കിൽ KSEBയുടെ ലൈൻ പോകുമ്പോൾ ഇവിടുത്തെ പവർ ജനറേഷൻ പോലും ഓഫായി പോവുകയാണ്. രണ്ട്, ആ പവർ ജനറേഷൻ KSEBയുടെ ലൈൻ പോയാലും നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവുകയും പവർ ജനറേഷൻ നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. രണ്ടാമത്തേത്, അഫോർഡബിൾ ആയ ഒരു വിഭാഗമെങ്കിലും സോളാർ പ്രൊസ്യൂമേഴ്സിന് ഈ വീട്ടിൽ കൊടുക്കാതെയും അവരുടെ ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഞാൻ 1, 2, 3 കിലോവാട്ട് വയ്ക്കുന്നവരുടെ അല്ല. ഇപ്പോൾ തന്നെ ഇവിടെ രാവിലെ 17 കിലോവാട്ട് വെച്ച് ആക്കുകയും 20 കിലോവാട്ട് വെച്ച് ആക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്ററി സ്റ്റോറേജ് കൂടി അഫോർഡബിൾ ആകാവുന്ന ആൾക്കാർക്ക് 1, 2, 3 കിലോവാട്ട് വയ്ക്കുന്നവരെ ബാറ്ററി വയ്ക്കണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഈ ബാറ്ററിയുടെ കോസ്റ്റ് പോലും ലോകവ്യാപകമായിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ബാറ്ററി കോസ്റ്റ് കുറഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആവണമെന്ന് പറയാൻ വേണ്ടി പറയാൻ കാര്യം 50 കിലോവാട്ട് വരെ ഇടവിക്ക് വരെ ഇപ്പം ഇൻസ്പെക്ടറിന് പെർമിഷൻ വേണ്ട. പക്ഷെ ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് വരുമ്പോൾ ഓഫ് ഗ്രിഡ്, പിന്നെ ഓൺ ഗ്രിഡ്, അതിൻ്റെ കൂടെ ഹൈബ്രിഡ് വരുന്നു, പിന്നെ ചേഞ്ച് ഓവർ വെച്ചിട്ട് AC കപ്പിൾ DC കപ്പിൾ സംവിധാനമുണ്ട്. ഞങ്ങൾക്ക് ഈ നമുക്കൊരു സോളാർ കമ്മ്യൂണിറ്റി ഉള്ളതാണ്. അതിനകത്ത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നു. ഞാനത് നിരുത്സാഹപ്പെടുന്നു. കാരണം സേഫ്റ്റി നമുക്ക് സാറേ സേഫ്റ്റി നോക്കാതെ സാറേ ചെയ്യുകയോ ചെയ്യുന്നത് ഈ കണ്ണിലേക്ക് ഓൺലൈൻ ബാങ്കിങ് ഹാക്ക് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? പ്രിക്കോഷൻസിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ സേഫ്റ്റി ഇഷ്യൂ ഇൻസ്പെക്ടറേറ്റിനൊക്കെ കൊടുത്തിട്ട് അവിടെ പെർമിഷൻ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു നിയമം അതിനകത്ത് ഉണ്ടാക്കിയിട്ട് ഈ സാധാരണക്കാർക്ക് കൂടി ഈ സംവിധാനം കൊടുക്കണം. സാധാരണക്കാർക്ക് ഇതുപോലെ ഓൺ ഗ്രിഡിനെ അവർക്ക് ഹൈബ്രിഡ് ആക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ഓവറിങ് അറേഞ്ച്മെന്റ് ചെയ്ത് DC കപ്പിളോ AC കപ്പിളോ ആ കസ്റ്റഡിയാണ് കൊടുക്കുക. ഉപയോഗിക്കുന്ന മീഡിയ പ്രധാനമായ നിർദ്ദേശിക്കാറുണ്ട്. അപ്പം ഉചിതമായ മീഡിയകളിലൂടെ അറിവ് കൊടുക്കുക. ഏറ്റവും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ ആളായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ പറയാൻ വേണ്ടി അൺഓർഗനൈസ്ഡ് പോസിറ്റീവായിട്ട് നമ്മുടെ RBG വേറെ സാറിന് മീറ്റിംഗ് വരെ ഉണ്ടെന്ന് സാറിന് അന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു. ഇവിടെ അല്ല KSEBയുടെ മീറ്റിംഗ് ഞാൻ പറഞ്ഞ് ഒരുപാട് സോളാർ പ്രൊസ്യൂമേഴ്സിന് അൺഓർഗനൈസ്ഡ് കിട്ടുന്നുണ്ട്. അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓതറൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അത്രയും സേഫ്റ്റിയെ കുറിച്ച് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം രണ്ടായിരത്തി കാര്യങ്ങൾ ഒന്ന്, വൈദ്യുതിയിലേക്ക് കറണ്ടില്ലാതെ വരുന്നു, സോളാർ പാനലിൽ അവിടെ അലസമായിട്ട് കിടന്നിട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് നഷ്ടമാണ്. അത് നമ്മുടെ വ്യക്തികളെ മാത്രമല്ല, ദേശീയ നഷ്ടമാണ്. രണ്ട്, അഫോർഡബിൾ ആയ ആളുകൾക്ക് ഒരിക്കലും നമ്മൾ ഈ ബാറ്ററി സ്റ്റോറേജിൻ്റെ വഴി പറഞ്ഞത് അഫോർഡബിൾ ആയ അതിന് വേണ്ടിയിട്ടാണ്.